ഹായ് നമസ്തേ. അപ്പം ഏപ്രിൽ മാസം ഈസോഫേഗൽ ക്യാൻസർ അവയർനെസ് മന്ത് ആണ്. എന്താണ് ഈസോഫേഗസ്? ശരിക്കും പറഞ്ഞാൽ ഈസോഫേഗസ് നമ്മളുടെ ബോഡിയിൽ വളരെ ആവശ്യമുള്ള ഒരു അവയവമാണ്. ഇതിൻ്റെ വേറെ പേര് നോക്കിയാൽ അന്ന് നാളില്ലെങ്കിൽ ഫുഡ് പൈപ്പൊക്കെ പറയാറുണ്ട് കോമൺ ലാംഗ്വേജിൽ. സോ എന്താണ് ഈ ഇതിൻ്റെ എസെൻഷ്യൽ റോൾ ഈ ഫുഡ് പൈപ്പിൻ്റെ? സോ ഇതിൻ്റെ ബേസിക് റൂൾ പറഞ്ഞാൽ നമ്മളുടെ വായ കൂടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ത്രൂ ദ നെക്ക് പോയിട്ട് നമ്മളെ നെഞ്ചിലോട്ട് പോയിട്ട് പിന്നെ വയറിലേക്ക് പോകും. ആ ട്യൂബാണ് നമ്മളുടെ ഫുഡ് ക്യാരി ചെയ്യുന്നത് ഫ്രം ദ മൗത്ത് ടു ദ സ്റ്റമക്ക്. അപ്പം ഈ ഫുഡ് അവിടെ നിന്ന് തടസ്സം വന്നാൽ ആ ഫുഡ് കഴിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും, കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറും, പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. സോ ഇതാണ് ഈ ഫുഡ് പൈപ്പിൻ്റെ ശരിക്കുള്ള ഒരു ഇമ്പോർട്ടൻസ്. മാത്രമല്ല ദിസ് ഇസ് വൺ ഓർഗൻ വിച്ച് ഗോസ് ത്രൂ 3 ഡിഫറെൻറ്റ് ക്യാവിറ്റീസ്. അപ്പം കഴുത്തിൽ പോകുന്നുണ്ട്, നെഞ്ചിലേക്ക് പോകുന്നുണ്ട്, പിന്നെ വയറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു അസുഖം വന്നാൽ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ വന്നാൽ നമ്മളുടെ ചികിത്സ കുറച്ച് ടെക്നിക്കലി ചാലഞ്ചിങ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ട്രാവേഴ്സിങ് 3 ഡിഫറെൻറ്റ് ഏരിയാസ്. അത് മേജർ ഏരിയാസ് ആണ്. ഫുഡ് പൈപ്പിൻ്റെ ക്യാൻസർ, ഈ അതിനകത്ത് ക്യാൻസർ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ചുകൂടെ വയസ്സായി കഴിഞ്ഞാലേ യൂഷ്വലി വരാറുള്ളൂ. ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, മെയിൻലി സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ആണ്. പക്ഷേ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ചികിത്സിക്കുക, എന്താണ് അതിൻ്റെ മിത്സ് ആൻഡ് ഓൾ. സോ ഐ വിൽ ബി ഡീലിംഗ് വിത്ത് ദിസ് ടോപ്പിക് ഇൻ ദിസ് മന്ത്, കമ്മിങ് മന്ത്. ബിക്കോസ് ഏപ്രിൽ ബീങ് ദ ഈസോഫേഗൽ ക്യാൻസർ അവയർനെസ് മന്ത്, നമുക്കത് അറിയണം എന്താണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, എങ്ങനെ അതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റും, ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ അങ്ങനെ റിസ്ക് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, എങ്ങനെ നല്ല ഭക്ഷണം കഴിച്ച് നമുക്ക് അതിന് റിസ്ക് കുറയ്ക്കാൻ പറ്റും. സോ വിൽ ബി ഡിസ്കസിങ് ഓൾ ദീസ് ഫാക്ടേഴ്സ് ആൻഡ് മിത്സ് അബൌട്ട് ഈസോഫേഗൽ ക്യാൻസർ ഇൻ ദിസ് മന്ത്. സോ സ്റ്റേ ട്യൂൺഡ്.